അവയവക്കടത്ത് കേസിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷണ സംഘം വീണ്ടും പരിശോധന നടത്തി. ഹൈദരാബാദ്, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. പരമാവധി തെളിവുകൾ സമാഹരിച്ചു. പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കും. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന അവകാശപ്പെടുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. പറയൂ വിഷ്ണു, ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. അവയവക്കടത്ത് കേസിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത 3 പ്രതികളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ്, ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിൽ വീണ്ടും പരിശോധന നടത്തുകയാണ് കേരളത്തിൽ നിന്നുള്ള ടീം. ഈ കൂടുതൽ ഇതിന് ഇരയായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം ഈ പ്രദേശങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതികളായ ആളുകൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കൂടി പോലീസ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പഴുതടച്ചുള്ള കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക. കേസ് എടുത്തിട്ട് 1 മാസമാകുന്നു. 2 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയും അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാനിലുള്ള മധുവിനെ നാട്ടിലെത്തിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഇനി അതിൽ ബ്ലൂ കോർണർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് CBI ആണ്. അപ്പൊ CBIയുടെ ഭാഗത്ത് ഒരു അനുകൂല നടപടി ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയും അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത്.